എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ പ്രകാശങ്ങളുടെ ഉത്സവമായ ദീപാവലിയെക്കുറിച്ചാണ്. അനവധി മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും അതിരുകൾ മറികടന്ന് സന്തോഷം, ഐക്യം, പ്രതീക്ഷ ഇവയെല്ലാം ഒന്നിച്ചെത്തുന്ന ദിവസം. പക്ഷെ ഈ വിളക്കുകളുടെ ഉത്സവത്തിന് പിന്നിൽ എത്രയോ കഥകളും അർത്ഥങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അവയെക്കുറിച്ച് നോക്കാം. ദീപാവലി എന്ന വാക്കിന് ദീപങ്ങളുടെ നിര എന്നാണ് അർത്ഥം. രാമായണ കാലത്ത് രാമൻ 14 വർഷത്തെ വനവാസം കഴിഞ്ഞ് സീതയെയും ലക്ഷ്മണനെയും കൂട്ടി അയോധ്യയിലേക്ക് മടങ്ങിയപ്പോൾ ആ നഗരത്തിലെ ജനങ്ങൾ സന്തോഷത്തിൽ വീടുകൾ മുഴുവൻ വിളക്കുകൾ കത്തിച്ചു. അത് ദീപാവലിയുടെ ആരംഭമെന്ന് പറയപ്പെടുന്നു. രാമൻ രാവണനെ തോൽപ്പിച്ചത് തിന്മയോടുള്ള വിജയമായിരുന്നു. അതുകൊണ്ടാണ് ദീപാവലി സത്യത്തിന്റെയും പ്രകാശത്തിന്റെയും വിജയമെന്ന പ്രതീകമായി മാറിയത്. ദീപാവലി വെറുമൊരു ഉത്സവം മാത്രമല്ല, അതിന്റെ പേര് പോലും ഇന്ത്യയുടെ വൈവിധ്യത്തെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ഭാഷ മാറുമ്പോൾ പേര് മാറും, പക്ഷേ അർത്ഥം അതിന് മാറ്റമില്ല. പ്രകാശം വിജയിക്കുന്നു, ഇരുട്ട് തോൽക്കുന്നു. ഉത്തരേന്ത്യയിൽ ദീപാവലിയെ ദീവാലി എന്ന് വിളിക്കുന്നു. കൃഷ്ണൻ നരകാസുരനെ തോൽപ്പിച്ചതിന്റെ ഓർമ്മയായി തെക്കേ ഇന്ത്യയിൽ ദീപാവലി എന്ന വാക്ക് തന്നെയാണ് പ്രചാരത്തിലുള്ളത്. അതേസമയം പശ്ചിമ ബംഗാളിലും ആസാമിലും ശക്തിയും ധൈര്യവും പ്രതിനിധീകരിക്കുന്നു എന്ന അർത്ഥത്തിൽ കാളി പൂജ എന്ന പേരിൽ ആഘോഷിക്കുന്നു. സമ്പത്തും സമൃദ്ധിയും സ്വീകരിക്കുന്ന നിമിഷമെന്ന അർത്ഥത്തിൽ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ലക്ഷ്മി പൂജാ ദിനമാണ് ദീപാവലി. സിഖ് മതത്തിലാകട്ടെ ഗുരു ഹർഗോവിന്ദ് ജി ജയിലിൽ നിന്ന് മോചിതനായ ദിനം സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമെന്ന അർത്ഥത്തിൽ ബന്ദി ചോർ ദിവസ് എന്ന പേരിൽ ആഘോഷിക്കുന്നു. ജൈനമതത്തിലാണെങ്കിൽ മഹാവീരൻ മോക്ഷം പ്രാപിച്ച ദിനമെന്ന അർത്ഥത്തിൽ മോക്ഷ ദിനമെന്നറിയപ്പെടുന്നു. മൃഗങ്ങൾക്കും മനുഷ്യർക്കും 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രകാശോത്സവം എന്ന പേരിൽ നേപ്പാളിൽ ദീപാവലിയെ തിഹാർ എന്ന് വിളിക്കുന്നു. പുതുതായി വിവാഹം കഴിച്ച ദമ്പതികൾ ആദ്യമായി ഒരുമിച്ച് ആഘോഷിക്കുന്ന ദിവസം എന്ന അർത്ഥത്തിൽ ചില തമിഴ് മലയാള കുടുംബങ്ങൾ ദീപാവലിയെ തളി ദീപാവലി എന്നും വിളിക്കുന്നു. ഇന്ന് ദീപാവലി ഏറ്റവും വിപുലമായി ആഘോഷിക്കുന്നത് ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ഉത്തർപ്രദേശ്, ദില്ലി, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ രാത്രിയിൽ മുഴുവൻ പ്രകാശമുദ്ര കാണാം. 100 കണക്കിന് കിലോമീറ്റർ ദൂരം വരെ വഴികൾ, ക്ഷേത്രങ്ങൾ, വീടുകളെല്ലാം ദീപങ്ങളാൽ നിറയപ്പെടും. അതുമാത്രമല്ല, നേപ്പാൾ, ശ്രീലങ്ക, മൗറീഷ്യസ്, ഫിജി, ട്രിനിഡാഡ്, മലേഷ്യ, സിംഗപ്പൂർ, US, UK എന്നിവിടങ്ങളിലുമുള്ള ഇന്ത്യൻ സമൂഹങ്ങൾ ഇന്ന് വളരെ ഭംഗിയായി ദീപാവലി ആഘോഷിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ ദീപാവലി എന്നത് ഒരേയൊരു ദിവസമല്ല എല്ലാവരും ആഘോഷിക്കുന്നത് എന്നതാണ്. ദീപാവലി ആഘോഷിക്കുന്ന ദിവസം എല്ലായിടത്തും ഒന്നുപോലെ അല്ല. കാരണം ദീപാവലിയുടെ തീയതി ചന്ദ്ര കലണ്ടർ പ്രകാരമാണ് നിശ്ചയിക്കുന്നത്. അത് ഇംഗ്ലീഷ് കലണ്ടറിലെ തീയതികളിൽ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. സാധാരണയായി ദീപാവലി ഒക്ടോബർ അവസാനത്തോടെയോ നവംബർ ആദ്യവാരത്തോടെയോ ആണ് വരാറുള്ളത്. പക്ഷെ തെക്കേ ഇന്ത്യയിൽ ചിലർ നരക ചതുർദശി എന്ന ദിവസം, അതായത് പ്രധാന ദിവസത്തിന് ഒരു ദിവസം മുൻപ് ആഘോഷിക്കുന്നു. ഉത്തരേന്ത്യയിൽ ലക്ഷ്മി പൂജാ ദിനം തന്നെയാണ് മുഖ്യ ദിനം. നേപ്പാളിലാകട്ടെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന തിഹാർ എന്ന പേരിലാണ് ദീപാവലി ആഘോഷം നടക്കുന്നത്. അതായത് ഒരേ ഉത്സവമാണെങ്കിലും പ്രദേശം മാറുന്നതിനനുസരിച്ച് തീയതിയും രീതിയും ചെറുതായി വ്യത്യാസപ്പെടുന്നു എന്ന് സാരം. ദീപാവലിയെക്കുറിച്ച് മറ്റൊരർത്ഥത്തിൽ പറയപ്പെടുന്ന കഥ എന്തെന്നാൽ, ലക്ഷ്മി ദേവിയെ സമ്പത്തിന്റെയും ശുഭതയുടെയും ദേവതയായി ആരാധിക്കുന്നതിനാൽ അന്നേ ദിവസം വീടുകൾ മുഴുവൻ വൃത്തിയായി കഴുകി അലങ്കരിക്കണമെന്നും ലക്ഷ്മി ദേവി വൃത്തിയും പ്രകാശവുമുള്ള വീടുകളിൽ മാത്രമേ പ്രവേശിക്കൂ എന്നതുമാണ് വിശ്വാസം. പുതിയ വസ്ത്രങ്ങൾ, പുതിയ തുടക്കങ്ങൾ, ധനലക്ഷ്മിക്ക് വാതിൽ തുറക്കൽ ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഉത്തരേന്ത്യയിൽ ദീപാവലി പ്രധാനമായും രാമന്റെ മടക്കവുമായി ബന്ധപ്പെട്ടാണ് ആഘോഷിക്കുന്നത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയിടങ്ങളിൽ ലക്ഷ്മി പൂജ മുഖ്യമാണ്. പശ്ചിമ ബംഗാളിൽ അത് കാളി പൂജയായി അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലാകട്ടെ ചിലർ കൃഷ്ണൻ നരകാസുരനെ സംഹരിച്ചതോർത്ത് ദീപാവലി ആഘോഷിക്കുന്നു. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തിനും ദീപാവലിക്ക് സ്വന്തം കഥകളും നിറങ്ങളുമുണ്ട്. ഒരു ഉത്സവം, അനവധി കഥകൾ. അതാണ് ഇന്ത്യയുടെ സൗന്ദര്യം. ദീപാവലി ദിവസങ്ങളിൽ വീടുകൾ മുഴുവൻ പ്രകാശത്താൽ നിറയും. പടക്കങ്ങൾ പൊട്ടിക്കുക എന്നത് മറ്റൊരു പ്രധാന ആചാരമാണ്. ആകാശം മുഴുവൻ പ്രകാശം നിറയും. അത് അത്രയും മനോഹരവുമാണ്. പക്ഷേ ഒരു നിമിഷം ചിന്തിക്കൂ, ആ സൗന്ദര്യത്തിന് പിന്നിൽ എന്താണ് സംഭവിക്കുന്നത്? പടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ വായുവിൽ വലിയ തോതിൽ പൊടി, കാർബൺ, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ തുടങ്ങിയ വിഷവാതകങ്ങൾ പടരുന്നു. ഇത് കാരണം ദീപാവലി ദിവസങ്ങൾക്ക് ശേഷം എയർ ക്വാളിറ്റി ഇൻഡെക്സ് പല നഗരങ്ങളിലും
400 മുതൽ 500-ലേറെയാകുന്നു, അതായത് ഹസാർഡസ് ലെവൽ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ശ്വാസതടസ്സം, ചുമ, ആസ്മ, കണ്ണിന് അസ്വസ്ഥത തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന് മാത്രമല്ല, മൃഗങ്ങൾക്കും പക്ഷികൾക്കും വരെ പടക്കങ്ങളുടെ ശബ്ദം വേദനാജനകമാണ്. ഒരു നിമിഷത്തെ ശബ്ദ സന്തോഷത്തിന് വേണ്ടി ഒരാഴ്ചയുടെ മലിനമായ വായു ശ്വസിക്കേണ്ടതായി വരുന്നു. ഇപ്പോൾ പലരും മലിനീകരണം കുറയ്ക്കുന്നതിനായി ശബ്ദരഹിത പടക്കങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അവയെക്കുറിച്ച് നോക്കിയാൽ സൈലന്റ് അല്ലെങ്കിൽ ലോ നോയിസ് ഫയർ ക്രാക്കേഴ്സ് എന്നത് വെറും ശബ്ദം കുറയ്ക്കാനുള്ളതാണ്. അതായത് അവ പൊട്ടുമ്പോൾ വലിയ ശബ്ദമുണ്ടാകുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്കും മൃഗങ്ങൾക്കും ചെവിക്ക് ദോഷം വരുന്ന തരത്തിലുള്ള ശബ്ദ മലിനീകരണം കുറയും. പക്ഷേ അവയിൽ ഗൺ പൗഡർ, അതായത് സൾഫർ, പൊട്ടാസ്യം നൈട്രേറ്റ്, ചാർക്കോൾ തുടങ്ങിയ രാസവസ്തുക്കൾ ഉണ്ടാകും. മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ എന്നീ വാതകങ്ങൾ വായുവിൽ കലരും. ഇതോടൊപ്പം ശ്വാസകോശത്തിന് അപകടകരമായ പൊടി പാർട്ടിക്കിളുകളും ഉണ്ടാകും. ശബ്ദരഹിത പടക്കങ്ങൾക്കും ഈ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അവയും മലിനീകരണം പൂർണ്ണമായും ഇല്ലാതാക്കുന്നില്ല. ഇന്ത്യൻ CSIR, അതായത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് തയ്യാറാക്കിയ ഗ്രീൻ ക്രാക്കേഴ്സ് എന്നത് സാധാരണ പടക്കങ്ങളെക്കാൾ 30 മുതൽ 40% വരെ കുറഞ്ഞ മലിനീകരണമാണ് ഉണ്ടാക്കുന്നത്. അവയിൽ ബേരിയം കോമ്പൗണ്ട്സ് പോലുള്ള വിഷവസ്തുക്കൾ കുറവായിരിക്കും. പക്ഷേ അവയും 100% പൊല്യൂഷൻ ഫ്രീ അല്ല, വെറും എക്കോ ഫ്രണ്ട്ലിയർ മാത്രമാണ്. ശബ്ദരഹിതവും ഗ്രീൻ ക്രാക്കേഴ്സ് ആയതുമായ പടക്കങ്ങൾ പരിമിതമായി ഉപയോഗിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായും എക്കോ ഫ്രണ്ട്ലി ദീപാവലി തിരഞ്ഞെടുക്കുക. വിളക്കുകൾ, മൺദീപങ്ങൾ, അലങ്കാരം, സംഗീതം എന്നിവ ഉൾപ്പെടുത്തി കുടുംബസമേതം പരമാവധി ആഘോഷിക്കുവാൻ ശ്രമിക്കുക. വെളിച്ചം പടക്കങ്ങളിലല്ല, ഹൃദയങ്ങളിലാണ് നിറയേണ്ടത് എന്ന സത്യം മനസ്സിലാക്കുക. ദീപാവലി എന്നത് പ്രകാശത്തിന്റെ മാത്രം ഉത്സവമല്ല, മധുരത്തിന്റെ കൂടെ ഉത്സവമാണ്. ലഡു, ബർഫി, ജിലേബി, മൈസൂർ പാക്ക് എന്നിവ കൊണ്ട് ഓരോ വീട്ടിലും മധുരം നിറഞ്ഞിരിക്കും. ചെറിയ അളവിലായാലും പലതവണ അന്നേ ദിവസം മധുരം കഴിക്കാറുണ്ട്. പഞ്ചസാര, നെയ്യ്, മാവ്, എണ്ണ എന്നിവ ചേർന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ നില പെട്ടെന്ന് ഉയരും. അതിനാൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് അപകടകരമായി വരാം. ഹൃദ്രോഗികൾ, കുട്ടികൾ, മുതിർന്നവർ എന്നിവർക്കും അസ്വസ്ഥതയുണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട്. ദീപാവലി പോലുള്ള പ്രത്യേക ദിനങ്ങളിൽ മിതമായി കഴിക്കാമെങ്കിലും അമിതമാകാതെ ശ്രദ്ധിക്കുക. സന്തോഷം മധുരത്തിലല്ല, ആരോഗ്യത്തിലാണ് എന്നത് പ്രത്യേകം ഓർക്കുക. ദീപാവലി സമയത്ത് പ്രകാശത്തോടൊപ്പം വൃത്തിയാക്കൽ, പുതുക്കൽ എന്നിവയെല്ലാം നടക്കുന്നതിനാൽ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഗുണകരമാണ്. വെളിച്ചം മനസ്സിലെ ഇരുട്ടിനെയും ഭയത്തെയും അകറ്റുന്നു. അതുകൊണ്ട് തന്നെ ദീപാവലി വെറും മതാഘോഷമല്ല, അത് മനസ്സിന്റെയും വീടിന്റെയും ശുദ്ധീകരണ ഉത്സവമാണ്. വീടുകളിൽ വിളക്കുകൾ കത്തിക്കുന്നതോടൊപ്പം മനസ്സിനുള്ളിലും ഒരു വിളക്ക് കത്തട്ടെ. വിദ്വേഷം, വിരോധം, അസൂയ ഇവയൊക്കെ അകറ്റി സ്നേഹം, കരുണ, ക്ഷമ, ഐക്യം എന്നിവ ഹൃദയത്തിൽ നിറയ്ക്കുവാൻ കഴിയട്ടെ. ഈ ദീപാവലി ഒരു പുതിയ തുടക്കമാകട്ടെ. ഹൃദയം പ്രകാശത്തോടെ, വീടുകൾ സന്തോഷത്തോടെ, ലോകം സമാധാനത്തോടെ നിറയട്ടെ. ഹാപ്പി ദിവാലി ടു എവരിവൺ വാച്ചിങ്. ലെറ്റ് ദ ലൈറ്റ് ഓഫ് ദിവാലി ഇലുമിനേറ്റ് യുവർ ലൈഫ് വിത്ത് ഹാപ്പിനെസ്, പീസ് ആൻഡ് ലവ്.